ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കർഷക സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അഭിവന്ദരായ ഗുരുജനങ്ങളെ, കേരള കർഷക സംഘത്തിന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുകയാണ് എന്ന വിവരം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് ജനുവരി മാസത്തിൽ നടക്കാൻ പോവുകയാണ്. അതിനുശേഷം അഖിലേന്ത്യാ സമ്മേളനവും നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി സംഘടന എല്ലാ തലത്തിലുമുള്ള സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുക എന്ന പ്രക്രിയ ആ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ശർക്കര വില്ലേജ് സമ്മേളനം നടക്കുന്നത്. 28ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ശർക്കര വില്ലേജ് സമ്മേളനത്തിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു സമ്മേളനത്തിന്റെ പ്രധാനമായ ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ പ്രദേശത്ത് കർഷകരുടെ സംഘടനയായ കർഷക സംഘത്തിന് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി വരുന്ന 3 വർഷക്കാലങ്ങളിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ കർഷകരുടെ സംഘടനയായ കേരള കർഷക സംഘം ഏറ്റെടുക്കണം, ഈ കമ്മിറ്റി ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ നിൽക്കുന്ന ദൗർബല്യങ്ങളെ സംബന്ധിച്ചും കർഷകരുടെ ജീവൻ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് വരുംകാല 3 വർഷക്കാലത്തേക്ക് ഒരു രൂപരേഖ തയ്യാറാക്കുക. അതിലൂടെ കാർഷിക മേഖലയിലെ ഉപജീവനം സ്വീകരിച്ചിട്ടുള്ള കർഷകരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 3 വർഷത്തിലൊരിക്കൽ കർഷകരുടെ സംഘടിത രൂപമായ കർഷക സംഘത്തിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്. മറ്റേത് പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. രാജ്യത്തെ കർഷകരുടെ ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ സഭ. ആ അഖിലേന്ത്യാ കിസാൻ സഭയിൽ അഭിനയം ചെയ്തതാണ് കേരള കർഷക സംഘം. അതുകൊണ്ട് തന്നെ കർഷക സംഘത്തിന്റെയും ചരിത്രത്തെ സംബന്ധിച്ച് സമ്മേളനങ്ങൾ പ്രതിപാദിക്കാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. ഒരു കർഷക സംഘത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിലും അതോടൊപ്പം തന്നെ കർഷകർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ നടന്നു വന്ന വഴികളെ സംബന്ധിച്ച് ആ വഴികളിൽ ഉണ്ടായിരുന്ന പ്രതിബദ്ധതകളെ സംബന്ധിച്ചുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടതും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതും. അങ്ങനെ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവായി നമ്മൾ ഏത് കാര്യത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോഴും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കാലഘട്ടവും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടവും ദേശീയ സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടവും എന്ന് 3 തട്ടുകളായി തിരിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ പ്രതിപാദിക്കുന്നത്. അത്തരത്തിൽ പ്രതിപാദിക്കുമ്പോൾ ഈ ശർക്കരയുടെ മണ്ഡലം നിൽക്കുമ്പോൾ ആറ്റിങ്ങൽ കലാപത്തെ സംബന്ധിച്ച് നമുക്ക് സ്മരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ആറ്റിങ്ങൽ പ്രദേശത്തെ കർഷകർ അഞ്ചുതങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തടക്കം കർഷകരുടെ വലിയ പോരാട്ടം നടത്തിയിരുന്നു. ആ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ഏടായി തന്നെയാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും ആ ചരിത്രത്തെ സംബന്ധിച്ച് നന്നായി തന്നെ അറിയാവുന്നതായിരിക്കും. എങ്കിലും ഈ സമ്മേളനത്തിൽ പ്രതിപാദിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. 1721 സായുധരായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥർക്കെതിരെ തദ്ദേശീയമായ ആയുധങ്ങളുമായി എത്തിക്കൊണ്ടായിരുന്നു ഈ നാട്ടുകാർ അവരോട് പ്രക്ഷോഭം നടത്തിയത്. ആ പ്രക്ഷോഭത്തിന്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് നാട്ടുകാരിൽ നിന്ന് നേരിട്ട് ചരക്കെടുക്കുവാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് അതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന റാണി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു നൽകിയത്. നാട്ടുരാജ്യങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുവാനുള്ള ഒരു അനുമതിയായിരുന്നു ഈ നമ്മുടെ നാട് ഭരിച്ചിരുന്ന റാണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തത്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ നാടിന് ആധിപത്യം സ്ഥാപിച്ചു. ആദ്യമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അടിച്ചേൽപ്പിച്ചത് കർഷകരിലായിരുന്നു എന്നത് ആറ്റിങ്ങൽ കലാപത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായി കർഷകരുടെ വലിയ ജനകീയ പ്രക്ഷോഭമായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്.
കുരുമുളക് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നാണ്യ വിളയാണ്. ആ നാണ്യ വിളയായ കുരുമുളക് ഏറ്റെടുക്കുന്നതിന്, ആ ചരക്ക് നേരിട്ട് ഏറ്റെടുക്കുന്നതിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അതിനുവേണ്ടിയുള്ള ഒരു പരമധാരിയായിരുന്നു വിധിച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഏറ്റെടുക്കുവാൻ വൈദേശികർക്ക് ഒരു അനുമതി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ നാടൻ ജനങ്ങളെല്ലാം സംഘടിതമായി നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളവുമായി ഏറ്റുമുട്ടിക്കൊണ്ട് അവർക്കെതിരെയുള്ള അന്നത്തെ സായുധം അമ്പും വീണ്ടുമൊക്കെ ഏറ്റിക്കൊണ്ടാണ് അന്ന് ആ സമരങ്ങൾ ഏറ്റെടുത്തത്. ആ സമരത്തിന്റെ ഭാഗമായി തന്നെ ഏകദേശം 140ഓളം ബ്രിട്ടീഷുകാരെയെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ വൈദേശികതയിലെ ആദ്യമായി നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നടന്ന ഏറ്റവും വലിയ ജനകീയ പോരാട്ടമായിരുന്നു ആറ്റിങ്ങൽ കലാപമെന്നും, ആ ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഈ നാട്ടിലെ നാട്ടുകാരായിരുന്നു, കൃഷിക്കാരായിരുന്നു. അപ്പൊ വൈദേശികതയിൽ നടന്ന ഒരു ജനകീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഈ നാട്ടിലെ പൂർവികരെന്നുള്ള ഓർത്തുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ നിൽക്കുന്നത്. ഈ സംഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്ന പല സമരങ്ങളും നമ്മൾ ഓർക്കണം. ഈ അടുത്തിടെ നമുക്കറിയാം, ഈ 2022 കാലഘട്ടത്തിൽ രാജ്യത്ത് നടന്ന ഒരു ഏറ്റവും വലിയൊരു പ്രക്ഷോഭത്തെ സംബന്ധിച്ച് ഇതുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. 2022 നടന്ന പ്രക്ഷോഭം എന്തായിരുന്നു? കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ കർഷക തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ നടന്ന അതിജീവനത്തിന്റെ വലിയ സമരമായിരുന്നു. രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ നടത്തിയ 385 ദിവസം നീണ്ടുനിൽക്കുന്ന അതിജീവനത്തിന്റെ സമരം. 3 കാർഷിക മാരണ നിയമങ്ങൾ എവിടെയും ചർച്ച ചെയ്യപ്പെടാതെ ഈ രാജ്യത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിച്ച ഭരണകൂടം. അതോടൊപ്പം 4 ലേബർ കോഡുകൾ, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ, ആ ലേബർ കോഡുകളുടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി വ്യഗ്രത കാണിച്ച ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ നടത്തിയ വലിയ പോരാട്ടമായിരുന്നു. ഒരു വർഷക്കാലം നീളുന്ന പോരാട്ടം, 385 ദിവസം. അങ്ങനെ ഈ 1721 കലാപത്തെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിൽ നടന്ന പോരാട്ടത്തെയും ഈ 2022 നടന്ന പോരാട്ടത്തെയും എല്ലാം സംബന്ധിച്ച് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നിലപാടുകളും നയങ്ങളും എല്ലാം തന്നെ ബ്രിട്ടീഷുകാർ എടുത്ത നിലപാടുകളാണ് രാജ്യത്ത് നിന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടവും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളുടെ പ്രധാനം. 3 കാർഷിക മാരണ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കുമ്പോൾ കർഷകരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കർഷകർ ഗ്രാമ മണ്ഡികൾ എന്ന രൂപത്തിൽ, ആ പേര് നാമധേയത്തിൽ അറിയപ്പെടുന്ന ഗ്രാമചന്തകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്കെല്ലാം നിറവേറ്റി കൊടുക്കുന്ന സമീപനമായിരുന്നു രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ 3 കാർഷിക മാരണ നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷക ജനസാമാന്യം ഇന്നിപ്പോ ഏറ്റവും തുടർന്ന് സമരത്തിലേക്ക് മാത്രമല്ല കടക്കടിയിലേക്കും കൂടുതൽ ആത്മഹത്യയിലേക്കും ചെന്നെത്തപ്പെടുമായിരുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാട്ടിലേക്കും അലയടിക്കുമായിരുന്നു എന്നുള്ളത് കാണിക്കുന്നത്. ഇത് മാത്രമല്ല, കർഷകരുടെ സമരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ 1755-56 നടന്ന സാന്താൾ കലാപം, ആ സാന്താൾ ലഹള എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടുകൂടി പൊതുസ്വത്ത്, കൃഷിക്കാരന്റെ പൊതുസ്വത്തായിരുന്ന ഭൂമി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലായി. അങ്ങനെ വന്നപ്പോൾ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു സ്ഥിരം സെറ്റിൽമെന്റ് ആക്ട് നടപ്പിലാക്കി. അങ്ങനെ പൊതുസ്വത്തായിരുന്ന ഭൂമിയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണകൂടം സെമീന്ദാർമാരെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ സെമീന്ദാർമാരെ ഏൽപ്പിച്ചപ്പോൾ അതുവരെ കർഷകർ കൃഷി ചെയ്തിരുന്ന ഭൂമി അവർക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ സെമീന്ദാരുടെ കൈവശം കൊണ്ട ഭൂമിയെ കർഷകന് കൃഷി ചെയ്യണമെങ്കിൽ സെമീന്ദാർമാർക്ക് കർഷകർ എന്ത് കൊടുക്കണം? പാട്ടം കൊടുക്കണം. ഒരു പാട്ട വ്യവസ്ഥിതി രാജ്യത്ത് ആദ്യമായി ഉത്ഭവിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കർഷകന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി കൊടുക്കുകയും അതിന്റെ ഭാഗമായി ഒരു സ്ഥിരം സെറ്റിൽമെന്റ് ആക്ട് നടപ്പിലാക്കിയതിന്റെ ഭാഗമായി തന്നെ ഇത് സെമീന്ദാരെ ഏൽപ്പിക്കുകയും സെമീന്ദാർമാരുടെ കൈവശമുള്ള ഭൂമി പാവപ്പെട്ട കർഷകരെ കൃഷി ചെയ്യണമെങ്കിൽ പാട്ടം കൊടുക്കണമെന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ കർഷകർ അമ്പും വില്ലുമേന്തി ഒരു സമരത്തിന് രൂപം കൊടുത്തു. അതായിരുന്നു സാന്താൾ ലഹള. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് രാജ്യത്ത് രൂപപ്പെട്ട മറ്റൊരു സമരമായിരുന്നു സാന്താൾ. 1860 നീലം കർഷക സമരം.
നീലം കർഷക സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ബംഗാളിലെ കൃഷിക്കാരെ കൊണ്ട് നിർബന്ധിപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ നീലം കൃഷി ചെയ്താൽ, അമ്മനി കൃഷി ചെയ്താൽ മതി. ഒരു കർഷകനോട് പറയുകയാണ്, ഒരു സംസ്ഥാനത്തെ കർഷകർ, ഒരു ദേശത്തെ കർഷകരോട് പറയുകയാണ്, നിങ്ങൾ ഇന്നത് മാത്രമേ കൃഷി ചെയ്യാവൂ എന്ന് ബ്രിട്ടീഷുകാരൻ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ അടിച്ചേൽപ്പിച്ചപ്പോൾ തന്റെ പാടത്ത്, തന്റെ വിളയിൽ, തന്റെ നാട്ടിൽ എന്ത് കൃഷി ചെയ്യണമെന്ന് അത് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെയുള്ള ആദ്യന്തമായ ഒരു സമരമായിരുന്നു നീലം കർഷക സമരം. പിന്നെ 1872-73 നടന്ന പാപ്പുല സമരം. ബംഗാളിലെ സമീന്ദാർമാർ നികുതി വന്നല്ലോ, പിന്നെ പാട്ടം വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി. ആ പാട്ടം വർദ്ധിപ്പിച്ചതിനെതിരെ നടത്തിയ ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു പാപ്പുലാങ്കു ഗോഗ്ര സമരം എന്ന് പറയുന്നത്. അപ്പൊ സാന്താവിലകള എന്ന് പറയുന്നത് സ്വന്തം ഭൂമി നമുക്ക് കർഷകരെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. പാപ്പുല സമരം എന്ന് പറയുന്നത് പാട്ടം വർദ്ധനവരെ നടത്തിയ കൃഷിക്കാർ നടത്തിയ മറ്റൊരു സമരമാണ്. അങ്ങനെ വെള്ളക്കാരുടെ ചൂഷണത്തിനെതിരെ നടത്തിയ ഈ സമരങ്ങളാണ് സാന്താവിലകളയായാലും പാപ്പുല സമരമായാലും ആറ്റിങ്ങൽ കലാപമായാലും എന്ന് കാണാം. 1836-96 കാലഘട്ടങ്ങൾ വരെ രാജ്യത്ത് നടന്ന മാപ്പിള കരകൾ എന്ന് നാമധേയം ചെയ്തുകൊണ്ട് അത് മലബാറിലെ മുസ്ലിം കർഷകർക്കെതിരെ വെള്ളക്കാർ നടത്തിയ കടന്നാക്രമണത്തെ നടത്തിയതായിരുന്നു ഈ മാപ്പിള ലഹളകൾ നടത്തിയത്. അത് മലബാറിലാണ് ഉണ്ടായത്. ഇതെല്ലാം സ്വാതന്ത്ര്യ സമരം, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കാലഘട്ടം. പിന്നെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ശേഷം നോക്കൂ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് കർഷകർ പ്രക്ഷോഭത്തിനും സമരത്തിനുമായിരുന്നു എന്നുള്ള തെളിവുകളാണ് ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ഈ സമരങ്ങൾ. അപ്പൊ ആദ്യമായി സ്വാതന്ത്ര്യം എന്നത് എന്റെ ജന്മാവകാശമാണെന്ന ബോധം ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത് കർഷകരായിരുന്നു. ആദ്യമായി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കർഷകരായിരുന്നു എന്നാണ് ഈ സമരങ്ങളിൽ നിന്നും നാം കാണുന്നത്. അപ്പൊ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാന ഘട്ടം വന്നു. 1-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് കർഷകരെ എല്ലാം പാർപ്പരീകരിച്ച ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് രാഷ്ട്രപിതാവായി നാം പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ 1917 നമ്മളെല്ലാം കേട്ടിട്ടുള്ള റഷ്യൻ വിപ്ലവം. ആ റഷ്യൻ വിപ്ലവത്തിന്റെ സ്വാധീനമൊക്കെ തന്നെ ജനങ്ങളിൽ, ഇന്ത്യക്കാർക്കിടയിൽ വലിയൊരു ആവേശമുണ്ടാക്കി. അതോടൊപ്പം മഹാത്മാഗാന്ധി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൂടെ ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് സ്വാതന്ത്ര്യം ഏറ്റവും അനിവാര്യമാണ് എന്ന ബോധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 17 ബീഹാറിൽ പാട്ടം കുറയ്ക്കൽ സമരം നടന്നു. അതോടെ ചമ്പാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. അവിടെയാണ് നമ്മൾ ആ ചമ്പാർ എന്ന് പറയുന്ന സ്ഥലത്ത് 1917 നടന്ന ആ ചമ്പാർ സമരത്തിൽ ആയിരുന്നു ആദ്യമായിട്ട്, ആ കർഷക സമരത്തിലായിരുന്നു ഗാന്ധിജി കർഷകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ആദ്യമായിട്ട് ഗാന്ധിജിയുടെ സമരത്തെ അഭിവാദ്യം ചെയ്ത 1917 ചമ്പാർ സമരത്തിലായിരുന്നു. പാട്ടം കുറയ്ക്കുന്നതിനെതിരെ ബ്രിട്ടീഷുകാർക്ക് ആ പാട്ടം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കർഷകർ നടത്തിയ സമരത്തിൽ ആദ്യമായി ഗാന്ധിജി പങ്കെടുക്കുകയും ഗാന്ധിജി ആ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. പിന്നെ 20-22 കാലഘട്ടം അകാലി കർഷക പ്രക്ഷോഭം നടന്നു. കൃഷിക്കാരുടെ ഭൂമി ഗുരുദ്വാരയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ലക്ഷക്കണക്കിന് കൃഷിക്കാർ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുദ്വാര സ്വത്ത് ഭൂവുടമകൾ കൈകാര്യം ചെയ്യാനും കൈവശം വയ്ക്കാനും ഒക്കെ ശ്രമിച്ചു. ആ കാലഘട്ടത്തിൽ ഈ ഭൂമി അകാലി ഭടന്മാർ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. അപ്പൊ പാട്ടവും നികുതിയും ഒക്കെ ഇല്ലാതെ തന്നെ ഗുരുദ്വാര ഭൂമി കൃഷിക്കാർക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷിക്കാർ നടത്തിയ ഒരു വലിയ സമരമായിരുന്നു അകാലി കർഷക പ്രക്ഷോഭം. അപ്പൊ ഈ സമരത്തിലും ഒക്കെ തന്നെ കർഷകരും പോലീസും ഒക്കെയായി ആ സമരത്തിനും വലിയ രൂപത്തിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ആ ഒരു കാലഘട്ടത്തിലാണ് ആ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു സംഘടനയാണ് പിന്നീട് അകാലി പ്രസ്ഥാനം എന്ന് നമ്മൾ സാമുദായികമായ ഒരു സംഘടനയായി അറിയപ്പെടുവാൻ കഴിയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ആകമാനം ഉയർന്നു വന്ന പാട്ടവിരുദ്ധ പ്രസ്ഥാനവും നികുതി നിഷേധ പ്രസ്ഥാനവും കൃഷിക്കാരെ വല്ലാത്ത രീതിയിൽ ആകർഷിച്ചു. തന്നിലേക്കൊരു ബോധം കൊണ്ടുവന്നു.
അതിനെതിരെ പ്രതികരിക്കുവാൻ കുറെ ആളുകൾ ഉണ്ടായപ്പോൾ കൃഷിക്കാർക്കിടയിൽ ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. ഈ മണ്ണിൽ ഞാൻ ജനിച്ചു വീണു എങ്കിൽ ഈ മണ്ണ് എന്റേതാണ്. ഈ മണ്ണിൽ കൃഷി ചെയ്യുവാൻ ഞാൻ പാട്ടം കൊടുക്കുവാൻ പാടില്ല, നികുതി കൊടുക്കുവാൻ പാടില്ല എന്ന ബോധം കൃഷിക്കാരൻ ഉണ്ടായപ്പോൾ പാട്ടം ചുമത്തിയതിനെതിരെയും നികുതി നിഷേധത്തിനെതിരെയുമുള്ള ഒരു വലിയ പോരാട്ടം നടത്തുവാൻ കൃഷിക്കാർ ഇറങ്ങി വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ കൃഷിക്കാരെ അണിനിരത്തിക്കൊണ്ട് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരും ഇടതുപക്ഷ ആളുകളുമെല്ലാം തന്നെ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കൃഷിക്കാരെ അണിയിച്ചു. തന്റെ ആവശ്യത്തിന് വേണ്ടി, തന്റെ അതിജീവനത്തിന്റെ സമരവുമായി കൃഷിക്കാരൻ മുന്നോട്ട് പോയപ്പോൾ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരും ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഒരുമിച്ച് ചേർന്നതുകൊണ്ട് ഈ കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തിമത്തായ രൂപത്തിലേക്ക് ജനങ്ങളെ അണിനിരത്തുവാൻ സാധിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യ അനന്തര ഘട്ടത്തിന്റെ ഭാഗമായി തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് മഹാത്മാഗാന്ധി വന്നത് ജനങ്ങൾക്കിടയിലും കൃഷിക്കാർക്കിടയിലും വലിയ ആവേശമുണ്ടാക്കുകയും അങ്ങനെ ആവേശത്തിന്റെ ഭാഗമായി തന്നെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ കൃഷിക്കാരെ ആകർഷിക്കുവാനും ഇടയായി. ഗാന്ധിജി വന്നതിന്റെ ഒരു വലിയ പ്രതിഫലനം എന്ന് പറയുന്നത് കൃഷിക്കാരെയും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ കൂടുതൽ ആകർഷിക്കുവാൻ കഴിഞ്ഞു. പുരോഗമനവാദികൾ അങ്ങനെ ആകർഷിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പുരോഗമനവാദികളായ ആളുകൾ പല വിധത്തിലും ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ 1930 കമ്മ്യൂണിസ്റ്റുകാരുടെയും സോഷ്യലിസ്റ്റുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യത്ത് പല രൂപത്തിലുള്ള പട്ടിണി ജാഥകൾ നടന്നു. ഈ പട്ടിണി ജാഥകൾ എന്ന് പറയുന്നത് കർഷകരുടെ ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതിന് പരിഹാരങ്ങളും ഒക്കെയായിരുന്നു ജാഥയിൽ ഉടനീളം ഉന്നയിച്ചത്. ഈ പട്ടിണി ജാഥകളെല്ലാം തന്നെ ഗ്രാമങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഒരു ആവേശമുണ്ടാക്കി. കൃഷിക്കാരുടെ എല്ലാം നേതൃത്വത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായുള്ള പട്ടിണി ജാഥകൾ ഗ്രാമങ്ങളിൽ വന്നപ്പോൾ നമുക്കൊരു ജനങ്ങൾക്കിടയിൽ ബോധമുണ്ടായി. അവകാശ നിക്ഷേപത്തിനെതിരെ സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സംഘടിക്കുക എന്നത് തന്റെ ലക്ഷ്യമാണ്, തന്റെ ജീവിത ലക്ഷ്യമാണ്, തന്റെ ജീവിത ദൗത്യമാണ് എന്ന ബോധം ഈ പട്ടിണി ജാഥകളിൽ നിന്നും ജനങ്ങൾക്കുണ്ടാവുകയും പ്രത്യേകിച്ച് കൃഷിക്കാരിലുണ്ടാവുകയും ചെയ്തു. അങ്ങനെ കൃഷിക്കാരെ ഗ്രാമങ്ങളിൽ ഈ ജാഥകൾ ഒരു വലിയ ചലനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. പിന്നെ 35 ഡിസംബറിൽ മീററ്റിൽ വെച്ച കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം ചേരുകയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരുമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കർഷകരുടെ പ്രതിനിധികളും കൂടെ ചേർന്നുകൊണ്ട് രാജ്യത്താദ്യമായി കർഷകരുടെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അഖിലേന്ത്യാ കിസാൻ സഭ എന്ന സംഘടനയ്ക്ക് 1935 രൂപം കൊടുത്തു. അതൊരു സംഘടനാ ഒരു കമ്മിറ്റി മാത്രമാക്കി മാറ്റി. 1936 ഏപ്രിൽ 11 ആയപ്പോൾ ലക്നൌവിൽ വെച്ച ഈ കോൺഗ്രസിന്റെ നമ്മുടെ അഖിലേന്ത്യാ സമ്മേളനം ചേരുകയും അവിടെ വെച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കർഷകരുടെ പ്രതിനിധികളെല്ലാം ഒരു പ്രത്യേകമായ ഒരു സമ്മേളനം ചേരുകയും ഈ സമ്മേളനത്തിൽ വെച്ച ഒരു കർഷകരുടെ പ്രതിനിധിയായ ഒരു കർഷക നേതാവിനെ, ബീഹാറിലെ ഒരു കർഷക നേതാവായ സഹജാനന്ദ സരസ്വതിയെ അധ്യക്ഷത വഹിക്കുകയും ആ അധ്യക്ഷത വഹിച്ച ആളിനെ തന്നെ ആദ്യ സമ്മേളനം ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനമായിട്ടാണ് ആ സമ്മേളനത്തെ 1936 ഏപ്രിൽ 11 ലക്നൌവിൽ വെച്ച് നടന്ന സമ്മേളനമാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനവും. അതാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ സമ്മേളനത്തിൽ വെച്ച് ഒരു സംഘടനാ കമ്മിറ്റി രൂപം കൊടുത്തു. നമ്മളൊരു വില്ലേജ് കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് ഒരു സംഘടനാ കമ്മിറ്റി ഉണ്ടായി. ആ സംഘടനാ കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റായി അധ്യക്ഷത വഹിച്ച സ്വാമി സഹജാനന്ദ സരസ്വതി, കർഷകരുടെ പ്രതിനിധി, കർഷക നേതാവ്, അദ്ദേഹത്തെയും സെക്രട്ടറിയായി NG രംഗയെയും തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന് പറയുന്ന കർഷക സംഘടനയ്ക്ക് ഒരു സംഘടിത രൂപവും ഒരു സംഘടനാ കമ്മിറ്റിയും 1936 ഏപ്രിൽ 11 ലക്നൌവിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് രൂപം കൊണ്ടത്. പിന്നെ 36-47 വരെ ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നാട്ടുരാജ്യങ്ങളിലെല്ലാം തന്നെ സമരത്തിന്റെ ഒരു വേലിയേറ്റമായിരുന്നു എന്ന് നമുക്കറിയാം. 36 മുതൽ 46 വരെ എല്ലാ നാട്ടുരാജ്യങ്ങളിലും ഒരു
സമരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ രൂപത്തിലുള്ള സമരങ്ങളായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സമരങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 36-ൽ ബംഗാളിൽ നടന്ന തേഭാഗ സമരം, 46-ലെ തെലങ്കാന സമരം, ബോംബെയിലെ വാർലി ആദിവാസി സമരം, 40-48 കാലങ്ങളിൽ വടക്കേ മലബാറിലെ കർഷക സമരം, പുന്നപ്ര സമരം തുടങ്ങിയവയൊക്കെ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഐതിഹാസിക സമരങ്ങളായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം 37 ജൂലൈ 14, 15 തീയതികളിലൊക്കെ തന്നെ നമ്മുടെ ഈ അഖിലേന്ത്യാ സംഘടനാ കമ്മിറ്റി രൂപം കൊടുത്തുവെങ്കിലും ആ സംഘടനാ കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കണമെന്നൊരു നിയമാവലി ഉണ്ടാകണം, ഒരു ബൈല ഉണ്ടാകണം, അതിന്റെ പതാക ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കാൻ 37-ൽ കമ്മിറ്റി ജൂലൈ 13-14 തീയതികളിൽ ഒരു കമ്മിറ്റി ചേരുകയും ആ കമ്മിറ്റിയിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ സഭക്ക് ഒരു നിയമാവലി തയ്യാറാക്കുകയും കിസാൻ സഭയുടെ പതാക എന്തായിരിക്കണമെന്ന് കമ്മിറ്റിയിൽ ഒരു രൂപരേഖ വന്നു. അങ്ങനെ കിസാൻ സഭയുടെ പതാക ചെങ്കൊടിയായി അംഗീകരിച്ചു. അങ്ങനെയാണ് AKCന്റെ പതാക ചെങ്കൊടിയായി മാറിയത്. 38 മെയ് 11 മുതൽ 14 വരെ തുടർന്ന അഖിലേന്ത്യാ സമ്മേളനം AKCന് ഒരു ഭരണഘടനയുണ്ടായി. നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയുണ്ട്. നമുക്ക് AKCന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ കമ്മിറ്റികളെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാകണമെന്ന് ആ ഭരണഘടനയ്ക്കകത്താണ് പറയുന്നത്. കാലാകാലങ്ങളിൽ ഭേദഗതികൾ ഉണ്ടാകാം. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഭേദഗതികൾ വരുത്തേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംഘടനയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നത് 1938 മെയ് 11 മുതൽ 14 വരെ നടന്ന കമ്മിറ്റിയിൽ വെച്ചാണ്, അഖിലേന്ത്യാ സമ്മേളനത്തിൽ വെച്ചാണ് ഈ സംഘടനയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നത്. പിന്നെ 36-ൽ രൂപീകരിച്ച AKS ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ഉദാഹരണം എന്ന് പറയുന്നത് ലോക ട്രേഡ് യൂണിയൻ സംഘടനയിൽ അംഗത്വമുള്ള ഇന്ത്യയിലെ ഏക കർഷക സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ സഭ. അതിന്റെ പ്രകൃതി എന്ന് പറയുന്നത് നേരത്തെ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ തന്നെ പ്രസിഡന്റ് ആയിരുന്ന സഖാവ് S. രാമചന്ദ്രൻ പിള്ളയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ എല്ലാം തന്നെ അഖിലേന്ത്യാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബിജു കൃഷ്ണനാണ് ലോക ട്രേഡ് യൂണിയൻ സംഘടനയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക കർഷക പ്രതിനിധിയെന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രാതിനിധ്യം തന്നെ നമുക്ക് ലഭിച്ചത് രാജ്യത്തെ കർഷകരുടെ ഏറ്റവും വലിയ സംഘടനയായതുകൊണ്ട് മാത്രമാണ് ലോക ട്രേഡ് യൂണിയനിൽ ഈ സംഘടനയ്ക്ക് ഒരു സ്ഥാനം ലഭിച്ചത്. അങ്ങനെ AKS രൂപീകരിച്ചതിന്റെ പ്രചരണാർത്ഥം തന്നെ നാട്ടുരാജ്യങ്ങളിൽ ഇതിന്റെ വാർത്ത എത്തിയതോടുകൂടി കൃഷിക്കാർക്കിടയിൽ ജന്മിമാരുള്ള ഭയപ്പാടില്ലാതായി. കൂലിയില്ലാതെ ജോലി ചെയ്യുക എന്നുള്ള അത് ഒരിക്കലും സാധ്യമല്ല എന്ന രീതിയിലേക്ക് കൃഷിക്കാർക്കിടയിൽ ഒരു ബോധം വന്നു. അങ്ങനെ അടിമപ്പണി ചെയ്യാൻ ഞങ്ങളെ കിട്ടില്ല. AKS രൂപം കൊടുത്തതിന്റെ ഭാഗമായി തന്നെ നാട്ടുരാജ്യങ്ങളിലേക്ക് ഞങ്ങളുടേതായ ഒരു സംഘടന രൂപം വരുന്നു. ഞങ്ങളുടെ അവകാശ നിഷേധത്തിനെതിരെ പോരാടാൻ ഒരു സംഘടന ഉണ്ടായി എന്ന് വന്നപ്പോൾ ജന്മിത്വത്തിനുള്ള പോരാട്ടം നടത്തുവാൻ കർഷകർ ഉണർവുണ്ടായി. നിങ്ങൾക്ക് വേണ്ടി ജന്മിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാൻ ഞങ്ങൾക്കായി തയ്യാറല്ല എന്ന ബോധം ചില കൃഷിക്കാരിലുണ്ടായി. അങ്ങനെ ജന്മിമാർ നടത്തിയ അക്രമ പിരിവുകൾ ഇല്ലാതാക്കുന്നതിനുള്ള വലിയ ജാഥകൾ, വലിയ സമര രൂപങ്ങൾ നമ്മുടെ നാടിൽ പല രൂപത്തിലും പല പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ജാഥകൾക്ക് നേതൃത്വം കൊടുത്തു. അതോടൊപ്പം തന്നെ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെയൊക്കെ തന്നെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രദേശത്തും വലിയ രൂപത്തിൽ സമരങ്ങൾ നടത്തുകയും കിസാൻ സംഘടന ശക്തി പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ 1938 നടന്ന പട്യാലയിലെ ഗോളിയർ സമരത്തെയൊക്കെ സംബന്ധിച്ച് പട്യാലയിലെ കർഷക പണിമുടക്ക്, ഗോളിയർ സമരം, ഇതൊക്കെ തന്നെ നമുക്ക് പാട്ടം കുറയ്ക്കുന്നതിന് വേണ്ടി കർഷകർ നടത്തിയിട്ടുള്ള സമരങ്ങളായിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിനുശേഷം തന്നെ പിന്നെ നമുക്കറിയാം, ഏറ്റവും ഇന്നും ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർത്ത സമരമാണ് തെലങ്കാന സമരം. അതിനെ സംബന്ധിച്ചാണ് AKG പറഞ്ഞത് ഇന്ത്യൻ കർഷക സമൂഹത്തിന്റെ കർഷക വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള സമരമായിരുന്നു തെലങ്കാന സമരം എന്നാണ് AKG ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം വടക്കേ മലബാറിൽ നടന്ന കർഷക പോരാട്ടങ്ങൾ, വടക്കേ മലബാറിലെ കർഷക പോരാട്ടങ്ങളുടെ ഈറ്റില്യം എന്ന് പറയുന്നത് ചിറക്കൽ താലൂക്കാണ്. ആ ചിറക്കൽ താലൂക്ക് അവിടെ ജന്മിത്വത്തിനെതിരെ കർഷകർ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കയ്യൂർ സമരം. നമുക്ക് ആർക്കും തന്നെ മറക്കാൻ കഴിയില്ല, ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടക്കേ മലബാറിൽ ജന്മിത്വത്തിനെതിരെ നടത്തിയ ഏറ്റവും വലിയ സമരമായിരുന്നു.
ആ സമരത്തെ സംബന്ധിച്ച് അതിന്റെ ഭാഗമായി വന്നതാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത്. കയ്യൂർ സമരം നമുക്ക് ഒരിക്കലും തന്നെ കർഷക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സമരമാണ്. കയ്യൂറും കരിവള്ളൂരും അതോടൊപ്പം തന്നെ കാവുമ്പായും മുനയക്കുന്നും ഒഞ്ചിയും ഒക്കെ ആ സമരങ്ങളെല്ലാം തന്നെ കർഷക സമരത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുവർണ ലിപികളാൽ എത്തിച്ചേർന്ന സമരങ്ങളായിരുന്നു എന്നാണ് രേഖപ്പെടുത്തുന്നത്. കേസിന്റെ ഇന്നത്തെ സംഘടനാ സ്ഥിതിയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ എല്ലാ സംസ്ഥാനത്തിലും ഓൾ ഇന്ത്യ കിസാൻ സഭയ്ക്ക് മെമ്പർഷിപ്പുണ്ട്. അത് കേരളത്തിന്റെ സാധ്യതയ്ക്ക് അനുസരിച്ചാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കേരളത്തിലാണ് യൂണിറ്റ് കമ്മിറ്റി വരെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളുള്ളത്. മറ്റ് 25 സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കിയാൽ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ കുറേയേറെ സംസ്ഥാനങ്ങളിൽ നമുക്ക് യൂണിറ്റ് വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഏരിയ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ, ചില സ്ഥലങ്ങളിൽ വില്ലേജ് അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ. അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി എങ്കിലും ഇത് ഏറ്റവും കൂടുതൽ 2025 മെമ്പർഷിപ്പ് പരിശോധിക്കുമ്പോൾ വലിയ രൂപത്തിലേക്ക് പല സംസ്ഥാനങ്ങളിലും പഞ്ചാബ് അടക്കം, രാജസ്ഥാൻ അടക്കം, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് മെമ്പർഷിപ്പിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും രാജ്യത്ത് മറ്റേത് കർഷക സംഘടനയിൽ നിന്നും വ്യത്യസ്തമായി കർഷകരുടെ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും അവരുടെ ജീവൻ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ഈ ചെങ്കൊടിക്ക് മുന്നിൽ ചെങ്കടിക്ക് മുന്നിൽ കർഷകർ അണിനിരക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ രാജ്യത്തെ ഏറ്റവും നമ്പർ 1 സംഘടനയായി കർഷക സംഘടനയായി ഈ ഓൾ ഇന്ത്യ കിസാൻ സഭയ്ക്ക് മാറുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കേരള കർഷക സംഘത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഓൾ ഇന്ത്യ കിസാൻ സഭയിൽ അഭിനയം ചെയ്തതാണ് കേരള കർഷക സംഘം. കേരള കർഷക സംഘം എന്ന നാമത്തിലല്ല കേരളത്തിൽ ആദ്യം ഇത് രൂപം കൊണ്ടത്. 1935 ജൂലൈ 13 കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരിയിലെ നണ്ണിയൂരിലാണ് കർഷക സംഘം ആദ്യം രൂപം കൊണ്ടത്. ആദ്യത്തെ പ്രസിഡന്റ് വിഷ്ണു ഭാരതീയൻ, സെക്രട്ടറി കേരളീയനുമായിരുന്നു. 1935 ജൂലൈ 13 എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കിസാൻ സഭ 1936 രൂപം കൊള്ളുന്നുവെങ്കിൽ കർഷക സംഘം എന്ന നാമത്തിൽ അത് കേരള കർഷക സംഘം എന്നല്ല, കർഷകരുടെ ഒരു സംഘടിത രൂപം കേരളത്തിൽ 1935 രൂപം കൊണ്ടു എന്നുള്ളതാണ്. 37 അഖില മലബാർ കർഷക സംഘം, നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിൽ. 1940 കൊച്ചി കർഷക സഭ, 41 തിരുവിതാംകൂർ കർഷക സംഘം, ഇതെല്ലാം കൂടെ സംയുക്തമായി ചേർന്ന് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം 56 ഡിസംബർ മാസം 29-30 തീയതികളിൽ ഷൊർണൂരിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് കേരള കർഷക സംഘം എന്ന നാമധേയത്തിൽ ഈ സംഘടന അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഏകദേശം സാർത്ഥകമായ 90 വർഷത്തെ ചരിത്രങ്ങളുണ്ട് കേരള കർഷക സംഘത്തിന്. കേരള കർഷക സംഘത്തിന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നാം പരിശോധിക്കപ്പെടേണ്ട പ്രധാനമായ വിഷയങ്ങളുണ്ട്. ഒരു കർഷക സംഘത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചു പറഞ്ഞു. ചരിത്രങ്ങളുടെ ഏടുകളിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഓരോ സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ നേരിടുന്ന ജീവൻ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള സമരങ്ങളായിരുന്നു. ആ സമരങ്ങൾ അവകാശ നിഷേധത്തിന്റെ സമരങ്ങളായിരുന്നു രൂപം കൊടുത്തത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യൻ മഹാരാജ്യത്ത് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം എടുക്കുന്ന തെറ്റായ നയ സമീപനങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് ആരെയും? ഏറ്റവും അധികം ബാധിക്കുന്നത് കർഷക ജനസാമാന്യത്തെ. എന്തുകൊണ്ടാണ് ഇന്ത്യ കാർഷിക രാജ്യമെന്ന് നാം പറഞ്ഞു പഠിച്ചത്? ഏകദേശം 52% ആളുകൾ കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 52% ആളുകൾ. അതുകൊണ്ട് ഇന്ത്യൻ മഹാരാജ്യത്തെ നമ്മൾ കാർഷിക രാജ്യമെന്ന് പറഞ്ഞു പഠിച്ചു. കേരളം എന്ന് പറയുന്നത് ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനം. എന്തുകൊണ്ടെന്നാൽ വെറും 21% ആളുകൾ മാത്രമാണ് കാർഷിക മേഖലയെ ആശ്രയിച്ച് കേരളത്തിൽ ജീവിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ആരായാലും കർഷക ജനസാമാന്യത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്നാണ് കർഷക ജനസാമാന്യത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ കടക്കൽ കത്തിവെക്കുന്ന തീരുമാനങ്ങൾ ഏത് ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടോ ആ ഭരണകൂടത്തിന്റെ അവസാന നാടുകൾ എണ്ണിക്കഴിഞ്ഞു എന്ന് മാത്രമാണ് നാം കാണേണ്ടത്. നോക്കൂ, 1991 ആദ്യം ഇവിടെ നമ്മുടെ എല്ലാം തന്നെ ഉദാരവൽക്കരണ നയങ്ങൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ കോൺഗ്രസ് എന്ന ഭരണകൂടം മുന്നോട്ട് പോയത്. എല്ലാത്തിനെയും ആഗോളവൽക്കരണ നയത്തിലൂടെ ആദ്യമായി കർഷകർക്ക് തിരിച്ചടി ലഭിക്കുന്ന 1991
അങ്ങനെ വീണ്ടും 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 കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇതിൽ നിന്നുമെല്ലാം ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും വീണ്ടും വീണ്ടും കർഷകരുടെ ഒരു മരിച്ചു വീഴുന്ന ഒരു നാടായി ഇന്ത്യൻ മഹാരാജ്യം മാറി. അങ്ങനെ മാറിയപ്പോൾ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നതിന് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുവാൻ ഇന്ത്യയുടെ തന്നെ കാർഷിക വിദഗ്ധനായ ശ്രീമദ് സ്വാമിനാഥനോട് അദ്ദേഹത്തെ നിയോഗിച്ചു. ഒരു കാർഷിക വിദഗ്ധൻ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്ന കാർഷിക വിദഗ്ധൻ രാജ്യത്തിന്റെ കർഷക ജനസാമാന്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഘടനമായ പഠനം നടത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് മുന്നിൽ സമർപ്പിച്ചു. അതാണ് ഞാനും നിങ്ങളുമെല്ലാം കേട്ടിട്ടുള്ള സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. ആ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന് അനുസൃതമായി രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ ഈ ഭരണകൂടം എടുക്കണമെന്ന് അന്ന് രാജ്യത്തെ കോൺഗ്രസ് ഭരണകൂടത്തിനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും എല്ലാം ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അത്തരം നിലപാടുകൾ സ്വീകരിക്കാമെന്ന് പറയുകയും ഒരിക്കലും രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാതെയും വന്നപ്പോൾ ഇന്ത്യൻ മഹാരാജ്യം കർഷകന്റെ ആത്മഹത്യയുടെ നാടായി മാറി. അങ്ങനെ മാറിയപ്പോഴാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ചിന്തിച്ചത്, ഇതിന് എന്താണ് ഒരു ബദൽ? ഈ ഭരണകൂടത്തിനെ താഴെ ഇറക്കണം. അങ്ങനെ ഭരണകൂടത്തിനെ താഴെ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുമ്പോഴായിരുന്നു മറ്റു മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു, ഞങ്ങൾ അധികാര കസേരയിൽ കൊണ്ടുവന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാം, ഈ ബഹുഭൂരിപക്ഷം വരുന്ന കർഷക ജനസാമാന്യത്തെ ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. ഒരു പൊള്ളയായ ഒരു വാഗ്ദാനമാണ് നൽകിയത്. ആ പൊള്ളയായ വാഗ്ദാനം ജനങ്ങൾക്ക് മുന്നിലേക്ക് നൽകിക്കൊണ്ട് അവരുടെ വിശ്വാസ്യത തൽക്കാലം നേടിക്കൊണ്ട് ജനങ്ങൾ അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും അധികാര കസേരയിലേക്ക് വരികയും ചെയ്തു. അധികാര കസേരയിൽ വന്ന അന്ന് മുതൽ എന്താണോ അതിന് തൊട്ട് മുമ്പുള്ള ഗവൺമെന്റ് സ്വീകരിച്ചത്, ആ നടപടികൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്ന സമീപനമായിരുന്നു രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ചത്. അങ്ങനെ വീണ്ടും ജനങ്ങളെയും കർഷക ജനസാമാന്യത്തെയും സംരക്ഷിക്കുന്നതിന് പകരം അവരെ കടക്കടിയിലേക്കും ദുരിതക്കയത്തിലേക്കും തള്ളിവിടുന്ന നയ സമീപനങ്ങൾ സ്വീകരിച്ചു. ഒന്നാമതും അധികാര കസേരയിൽ വന്നു, രണ്ടാമതും അധികാര കസേരയിൽ വന്നു, മൂന്നാമതും വന്നു. ഇപ്പോഴും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് BJPയുടെ ഗവൺമെന്റ് തന്നെയാണ് എന്ന് എനിക്ക് നിങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷേ രണ്ടാമത് അധികാര കസേരയിൽ വന്നപ്പോഴും വീണ്ടും കർഷക വിരുദ്ധ സമീപനങ്ങൾ എടുക്കുകയും ലോകം മുഴുവൻ തന്നെ ഒരു മഹാവ്യാധിയെ കീഴടക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 നിയമങ്ങൾ, കാർഷിക മാരണ നിയമങ്ങൾ പാസ്സാക്കുവാൻ വ്യഗ്രത കാണിച്ച ഗവൺമെന്റ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അപ്പോഴായിരുന്നു കർഷകരിൽ ഒരു ബോധം വന്നുകൊണ്ട് പഞ്ചാബിലെ കർഷകർ വെറും 10,000 പേർ ഒരു സമരത്തിന് രൂപം കൊടുത്ത് തുടങ്ങുകയും അവസാനം അത് 3 ലക്ഷത്തോളം കർഷകരുടെ ഒരു വലിയ സമരമായി മാറുകയും ചെയ്തു. ഏകദേശം 1 വർഷക്കാലത്തോളം നീണ്ടുനിന്നു. നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്നും പോലും കർഷക സംഘത്തിന്റെ പ്രതിനിധികൾ ആ സമരത്തിൽ പങ്കെടുക്കുവാൻ പോയിരുന്നു. 10 ദിവസത്തോളമാണ് ഷാജഹാൻ പോയി. ആ കർഷക സമരം എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ സമരം. ആ സമരത്തെ എങ്ങനെയാണ് രാജ്യത്തെ ഭരണകൂടം നേരിട്ടത് എന്ന് നിങ്ങൾക്കെല്ലാം നന്നായി തന്നെ അറിയാം. ഖാലിസ്ഥാനികളാണ്, പാകിസ്ഥാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരെ എല്ലാം തന്നെ പോലീസിനെ കൊണ്ട് തന്നെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്ന നടപടികൾ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ മകനടക്കം ആ സമര ഭടന്മാരെ കാറുകയറ്റി വാഹനം കയറ്റിക്കൊണ്ടുന്ന സമീപനം സ്വീകരിച്ചു ഗവൺമെന്റ്. ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോയിട്ടും ഏത് പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്നും അവർ മടങ്ങിപ്പോകാതെ ആ സമരത്തിന് ഒരു ഫലമുണ്ടാകുന്നതുവരെ രാജ്യത്തെ കർഷകരും അതിന് പിന്നിൽ അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളും കർഷക തൊഴിലാളികളും സമസ്ത ജനവിഭാഗങ്ങളും അണിനിരന്നു. അങ്ങനെ അതിന്റെ എല്ലാം ഭാഗമായി തന്നെ ആദ്യമായി ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് കർഷകർക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കുമെന്ന് ഉറപ്പു നൽകി.